ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് ശമ്പളം വാങ്ങുന്നത് ഞങ്ങളെ സംരക്ഷിക്കുന്നതിനാണ്, മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനല്ല എന്ന് ഒരിക്കൽ കൂടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മൃഗങ്ങളെ കാട്ടിൽ തടഞ്ഞു നിർത്തുവാന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വം ഇനി മുതൽ ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾക്ക് ആരെയും പേടിയില്ല. പേടിയുണ്ടായിരുന്നെങ്കിൽ മലമ്പാമ്പിനെയും മലമ്പനിയെയും തോൽപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു സംസ്കാരം ഞങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരു ഭരണം തന്നെ ഒരു ദുരന്തമായി ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ എനിക്കിവിടെ ജീവിക്കുവാനുള്ള അവകാശമുണ്ട് എന്നുള്ള ആ വലിയൊരു സത്യം സർക്കാരിനെ നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട്. ഇനി ഒരു ദുരന്തം ഇവിടെ ഉണ്ടായിക്കൂടാ, അതിന് ഞങ്ങൾ അനുവദിക്കുകയില്ല. എന്ത് വില കൊടുത്തും ഞങ്ങൾ ഒരു ദുരന്തം കൂടി ഇവിടെ ഉണ്ടാകാൻ അനുവദിക്കുകയില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയുന്നു. ഇനി ഒരു ദുരന്തം ഇവിടെ ഉണ്ടാകാൻ ഏതെങ്കിലും ഒരു അവസരം കാട്ടുമൃഗങ്ങളല്ല നാട്ടുമൃഗങ്ങൾ നൽകിയാൽ അതിന് ശക്തമായിട്ട് ഞങ്ങൾ പ്രതികരിക്കേണ്ടി വരും. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഈ ഫോറസ്റ്റിന് ഓഫീസിനെ സംരക്ഷിക്കുന്നതിന് എത്രയധികം സുരക്ഷിതത്വമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. ഇതിന്റെ പകുതി ആളുകളെ ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരിക്കലും ആരെയും ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ശൈലി ഞങ്ങൾക്കില്ല. കർഷകർ എപ്പോഴും പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ്, പ്രകൃതിയോട് കൂടെ നിന്ന് പ്രകൃതിയുടെ മനസ്സറിഞ്ഞ് ജീവിക്കുന്നവരാണ് കർഷകർ. പ്രകൃതിയില്ലാതെ കർഷകർക്ക് ജീവിതമില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതറിയാത്ത നേതാക്കളാണ്, സർക്കാരാണ് ഇവിടെ ഉള്ളത്. കർഷകരുടെ മനസ്സറിയാത്ത, അവരുടെ ഹൃദയത്തിന്റെ സ്പന്ദനം മനസ്സിലാക്കാത്ത ഭരണാധികാരികൾ. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് സർക്കാരിന് എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് ശമ്പളം വാങ്ങുന്നത് ഞങ്ങളെ സംരക്ഷിക്കുന്നതിനാണ്, മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനല്ല എന്ന് ഒരിക്കൽ കൂടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. എന്നാൽ നിർഭാഗ്യവശാല് പ്രിയപ്പെട്ട വിൻസെന്റ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മൃഗങ്ങൾക്ക് കാടിവെള്ളം തയ്യാറാക്കി കൊടുക്കുന്ന ജോലിയാണ് ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കുള്ളത്. മൃഗങ്ങളെ കാട്ടിൽ തടഞ്ഞു നിർത്തുവാന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വം ഇനി മുതൽ ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് അത് യാതൊരു മടിയുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാൻ സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഇനി ഒരു ദുരന്തം ഇതുകൂടി ആവർത്തിച്ചാൽ ഇവിടുത്തെ ഈ മലമ്പ്രദേശത്തെ ഭരണം ഞങ്ങൾ തന്നെ ഏറ്റെടുക്കുമെന്ന് ഉറക്കെ ഞങ്ങൾ പറയുകയാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ആരെയും പേടിയില്ല. പേടിയുണ്ടായിരുന്നെങ്കിൽ മലമ്പാമ്പിനെയും മലമ്പനിയെയും തോൽപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു സംസ്കാരം ഞങ്ങൾ വളർത്തിയെടുക്കുമായിരുന്നില്ല. ഞങ്ങൾക്കതിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മെയ്യുറപ്പും കരുത്തും ഞങ്ങളുടെ സിരകളിൽ ഇനിയുമുണ്ട്. ആ കൂട്ടായ്മ ഞങ്ങൾക്കുണ്ട്, ആ ശക്തി ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്ക് മുന്നറിയിപ്പായിട്ട് ഞങ്ങൾ ഈ അവസരത്തിൽ സർക്കാരിനോട് പറയുകയാണ്. ഞങ്ങൾ ഇനി വിഡ്ഢികളാക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. വാഗ്ദാനങ്ങൾ നൽകി ഞങ്ങളെ പറ്റിക്കാമെന്ന് കരുതരുത്. ഇവിടെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് കർഷകർക്ക് സംരക്ഷണം നൽകുവാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് മൃഗങ്ങളെ കാട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ്. അതിന് മറ്റ് രാജ്യങ്ങൾക്ക് അതിന് സാധിക്കുമെങ്കിൽ, അന്താരാഷ്ട്ര തലത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ, ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളും അതിന് ആവശ്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, വനം മന്ത്രി, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, എന്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി നിയമം നിർമ്മിച്ചുകൂടാ? ഞങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിയമങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട അവരാച്ചൻ എത്ര വേദനയോടുകൂടിയാണ്, ആകുലതയോടുകൂടി ആയിരിക്കാം ആ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള കാട്ടുപോത്തിന്റെ ആക്രമണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തു. ഇനി ആരാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട തളർന്നു കിടക്കുന്ന ഭാര്യയ്ക്ക് ജീവൻ നൽകുക, സംരക്ഷണം നൽകുക? ആരാണ് നൽകുക? ഇത് ഒരു അവരാച്ചന്റെ കുടുംബം മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന്റെ കാര്യം തന്നെയാണ്. നമുക്ക് കുരാച്ചുണ്ടിലൂടെയും ഈ പ്രദേശങ്ങളിലൂടെയെല്ലാം കാട്ടുപോത്ത് നമ്മുടെ ഈ പ്രദേശങ്ങളിലൂടെ വളരെ എളുപ്പത്തിൽ മേഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ ദുരന്തം നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്, വീട്ടുവാതിൽക്കലുണ്ട്, പടിവാതിൽക്കൽ അത് പതിയിരിക്കുന്നുണ്ട് എന്നൊരിക്കലും നാം മറന്നു പോകാൻ പാടില്ല. ഈ അവസരത്തിൽ നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്.
തൊട്ടടുത്ത് ഇപ്പോഴത്തെ TV വാർത്തകൾ നാം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്. കാർഷിക മേഖലയിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ ഇതെത്രമാത്രം യാഥാർത്ഥ്യമാകും, ഇതുമൊരു ദുരന്തമായി മാറരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇവിടെ എപ്പോഴും ഈ ഞങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഭരണം തന്നെ ഒരു ദുരന്തമായി ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങള് ഞങ്ങളുടെ ഈ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ഇപ്പോഴത്തെ സർക്കാരിന്റെ പുതിയ നീക്കങ്ങൾ ഞങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകേണ്ടതാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്നത്. അവര് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ സുരക്ഷിതത്വം ലഭിക്കുകയുള്ളൂ. ഇവിടെ ഈ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരികയാണ്. മുഖ്യ വനം മന്ത്രിയോടും കളക്ടറോടും ഞാൻ വ്യക്തിപരമായിട്ട് സംസാരിക്കുകയുണ്ടായി. ആ സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ അവർ നൽകിയിട്ടുള്ള ഉറപ്പ് 4 കാര്യങ്ങളാണ് നമ്മളോട് ഉറപ്പായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടെ സമരം നടത്തുക തന്നെ ചെയ്യും, ഉറപ്പ് പാലിക്കുന്നത് വരെ ഞങ്ങൾ ഈ ഫോറസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ തന്നെ ഉണ്ടാകും. ഇവിടെ ഞങ്ങൾ ഉപവാസം ഇരിക്കും, ഇവിടെ ഞങ്ങൾ സമരം ഇരിക്കും. ഞങ്ങളുടെ പ്രിയപ്പെട്ട അവരാച്ചനും ആ കുടുംബത്തിന് നീതി നടത്തി കൊടുക്കുക മാത്രമല്ല, മലയോര മേഖലകളിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും നീതി ലഭിച്ചേ മതിയാകൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഒന്നാമതായിട്ട് സർക്കാർ 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് നൽകുന്നത് എത്രയും വേഗം ആ കുടുംബത്തിന് നൽകാം എന്ന ഉറപ്പാണ് ലഭിച്ചിട്ടുള്ളത്. രണ്ടാമതായിട്ട് കാട്ടുപോത്തിന്, അവരാച്ചൻ ആക്രമിച്ച കാട്ടുപോത്തിനെ വെടിവെക്കുവാനുള്ള ഉത്തരവ് ഉടൻ തന്നെ നൽകുമെന്ന ഉറപ്പും കളക്ടർ നൽകിയിട്ടുണ്ട്. ആ കുടുംബത്തിന്, രോഗിണിയായ ആ കുടുംബത്തിന്റെ അവരാച്ചന്റെ സഹധർമ്മിണിയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ട എല്ലാ ചെലവുകളും സർക്കാർ ഏറ്റെടുത്തുകൊള്ളാമെന്ന ഉറപ്പും സർക്കാർ കളക്ടർ എനിക്ക് നൽകിയിട്ടുണ്ട്. അത് മയക്ക് വെടിവെക്കുക മാത്രമല്ല, അതിനെ വെടിവെച്ചു കൊല്ലാമെന്നാണ് കളക്ടർ നമുക്കതിന് ഓർഡർ ലഭിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സമരം നിർത്തുകയുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട അവരാച്ചന്റെ പോസ്റ്റ്മോർട്ടം നടത്തുകയും അതോടൊപ്പം തന്നെ സംസ്കരിക്കുകയും ഉള്ളൂ. അതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഒരുമിച്ച് നിന്ന് സമരം ചെയ്തേ മതിയാകുകയുള്ളൂ. അതോടൊപ്പം തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം അത് നൽകാമെന്നും തുടർന്നുള്ള നാളുകളിൽ ഇനി ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകാമെന്ന ഒരു ഉറപ്പുകൂടി കളക്ടർ നൽകി. അത് എത്രമാത്രം പാലിക്കപ്പെടും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നമ്മുടെ സമരം ഇവിടെ തുടരുക തന്നെ ചെയ്യും. നമ്മുടെ ആവശ്യങ്ങൾ അതിന് ഉത്തരം കിട്ടുന്നത് വരെ നമ്മുടെ സമരം തുടരും. നാം